നഗ്നരാക്കി കൈകാലുകൾ കെട്ടിയിട്ട് അതിക്രൂരമായ പീഡനത്തിനിരയാകേണ്ടി വന്ന ഒരു ചില ചെറുപ്പക്കാരുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യവും ഈ നിമിഷം തന്നെ പുറത്തു വരികയാണ്. ലിംഗത്തിൽ ഡമ്പല് കെട്ടിത്തൂക്കി, ദേഹത്ത് കോമ്പസ് കൊണ്ട് വരച്ച് പോറി, ബോഡി ലോഷനുകൾ ദേഹത്ത് വിതറി, അതിൻ്റെ വേദനയിൽ പുളയുന്ന കുട്ടികളെ കണ്ട് ചിരിച്ചാസ്വദിക്കുന്ന കൊടും ക്രിമിനലുകളായ, മൃഗീയമെന്ന് പറയുന്നതിലും അപ്പുറം മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരതകൾ കാട്ടുന്ന ചില കൊടിയ ക്രിമിനലുകളുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഏത് രീതിയിലുള്ള പീഡനമാണ് അവിടെ നടന്നത് എന്നുള്ള വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരാതിക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ കെട്ടിയിട്ട് മൃഗീയമായി ഉപദ്രവിക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് അത് പുറത്തു വിടാതിരിക്കുകയാണ്. കോമ്പസ് ഉപയോഗിച്ച് ശരീരം മുഴുവൻ കുത്തിപ്പോറി വേദനിപ്പിക്കുന്നുണ്ട്, സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതാണ്. എണ്ണി ഓരോ ഭാഗത്തും കോമ്പസ് ഉപയോഗിച്ച് കുത്തി മുന്നോട്ട് പോകുന്നതും അതിൽ വേദന കൊണ്ട് പുളയുന്ന കുട്ടിയുടെ ആ നിസ്സഹായ അവസ്ഥ കണ്ട് ആർത്തുല്ലസിക്കുന്നതുമൊക്കെ ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നതാണ്. വേദനിച്ച് നിലവിളിക്കുന്നു, മുറിവുള്ള ഭാഗത്ത് ബോഡി ലോഷൻ തേച്ച് നീറ്റൽ കാരണം അലറി വിളിക്കുന്നതും ഈ ദൃശ്യത്തിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ, പ്രത്യേകിച്ച് കോട്ടയത്തെ ഒരു സർക്കാർ ഹോസ്റ്റലിൽ നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവമാണോ എന്നുള്ള സംശയം പലർക്കും ഇത് കാണുമ്പോഴുണ്ടാകും. അത്രയ്ക്കും ക്രൂരമായ, പൈശാചികമായ ദൃശ്യങ്ങളാണ്, മലയാളികളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കുട്ടികളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞയക്കാൻ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. പലതും വിവരിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരത. കഴിഞ്ഞ നവംബറിലാണ് റാഗിംഗ് തുടങ്ങിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കുട്ടികളെ നഗ്നരാക്കും, ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിമ്മിലും മറ്റും ഉപയോഗിക്കുന്ന ഡമ്പൽ ഉപയോഗിച്ച് കെട്ടിത്തൂക്കും. സൂചിയോ നേർത്ത വസ്തുക്കളോ കോമ്പസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കും. മുഖത്തും ദേഹത്തും പുരട്ടുന്ന ബോഡി ലോഷൻ അടക്കം വായിലൊഴിച്ച് അവരെ ക്രൂര പീഡനത്തിന് ഇരയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം ഗാന്ധിനഗർ പോലീസിന് ഈ ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ഈ ക്രൂരത ചെയ്യുന്ന സീനിയേഴ്സ് തന്നെയാണ് ദൃശ്യം ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിച്ച് ഭയപ്പെടുത്തുന്നത്. പ്രതികൾ ഹോസ്റ്റലിൽ ഗുണ്ടാ നേതാക്കളെ പോലെയാണ് വിലസുന്നത്. ഈ റാഗിങ്ങും ഭയവും കാരണം ജൂനിയർ വിദ്യാർത്ഥികൾ വീട്ടിൽ പോലും പറയാൻ ഭയന്നിരുന്നു ഇത്രയും കാലം. ഏറ്റവും ഒടുവിൽ കോളേജിൽ പരാതിപ്പെട്ട് വീട്ടുകാരെ അറിയിച്ച് ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ കുട്ടികൾ തന്നെ തീരുമാനിക്കുകയായിരുന്നു. മദ്യപിക്കാൻ വേണ്ടി ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടും. പണം തരാൻ തയ്യാറായില്ലെങ്കിൽ ക്രൂരമായ മർദ്ദനം. സീനിയേഴ്സിനെ കണ്ടാൽ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണം. സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ ചീത്ത വിളിക്കും, കട്ടിലിൽ കെട്ടിയിട്ട് ഇടിക്കും. ഇതൊക്കെയായിരുന്നു പതിവായി വിദ്യാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിലാണ് 1ാം വർഷക്കാരായ 6 പേർ ഇങ്ങനെ അതിക്രൂരമായ പീഡനത്തിനിരയായത്.